ജീവിതത്തിലെ ക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച അനേകരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ ദൈവത്തിൻ്റെ വാഗ്ദാനമനുസരിച്ച് ദൈവം പറഞ്ഞത് കാത്തിരുന്ന് അനുഗ്രഹിച്ച് ജീവിതം സന്തുഷ്ടമാക്കി തീർത്ത ഒത്തിരിയേറെ വ്യക്തികൾ ബൈബിളിലുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ മിഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: എന്നാൽ ഞാൻ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും, എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. നമ്മൾ നോക്കിക്കേ, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയും പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, നോഹ എത്രയോ വർഷമാണ് ഒരു പേടകം പണിത് ദൈവം പറഞ്ഞത് കേട്ട് കാത്തിരുന്നത്. അബ്രഹാം സാറ ദമ്പതിമാർ ഒരു കുഞ്ഞിനു വേണ്ടി എത്രയോ കാലം കാത്തിരുന്നതായി ബൈബിൾ രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, റബേക്കയെ വിവാഹം കഴിച്ച് ഇസഹാക്ക് ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച് 20 വർഷം കാത്തിരുന്നതായി നമ്മൾ കാണുന്നില്ലേ? ലാസറിൻ്റെ സഹോദരിമാർ മരിച്ചു കഴിഞ്ഞ ലാസറിന് വേണ്ടി 4 ദിവസം കാത്തിരുന്നത് നമ്മൾ കാണുന്നുണ്ട്. 38 സംവത്സരക്കാലം ബെസൈദ കുളക്കടവിൽ രോഗസൗഖ്യത്തിനു വേണ്ടി കാത്തിരുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നില്ലേ? യേശുവിനെ കാണാൻ മരത്തിൻ്റെ മുകളിൽ കയറി കാത്തിരുന്ന സക്കേവൂസിനെ നമ്മൾ കാണുന്നില്ലേ? ജായിറോസിൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന യേശുവിനെയും കാത്ത് വഴികരിയിൽ കാത്തിരുന്ന രക്തസ്രാവക്കാരിയുടെ സംഭവം നമ്മൾ വായിക്കുന്നില്ലേ? ഇങ്ങനെ നമ്മൾ അനേക സ്ഥലങ്ങളിൽ കാത്തിരുന്ന അനുഗ്രഹം പ്രാപിച്ച ഒത്തിരിയേറെ ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇവരാരും ജീവിതത്തിൽ നിരാശപ്പെട്ടു പോയിട്ടില്ല. ഇവരാരും ദൈവസന്നിധിയിൽ കാത്തിരുന്നിട്ട് ലഭിക്കാതെയും പോയിട്ടില്ല. ജീവിതത്തിൽ ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളോട് പറഞ്ഞ അനേക വാഗ്ദാനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് കാത്തിരിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ വാഗ്ദാനം പൂർത്തീകരിക്കുന്നത്. അബ്രഹാമും യാക്കോവും നോഹയും ഇസഹാക്കും അങ്ങനെ വേണ്ട വലിയൊരു നീണ്ട നിര 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1-2 വർഷങ്ങൾ കൊണ്ടൊന്നും അനുഗ്രഹിക്കപ്പെട്ടവരല്ല. അവരൊക്കെ ജീവിതത്തിൽ കാലങ്ങളോളം കാത്തിരുന്ന് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളെ കാത്തിരിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഇന്നും ആ ദൈവാനുഗ്രഹം നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് ഒഴുകിയെത്തും. കാത്തിരിക്കാൻ മനസ്സുള്ളവരാകുക. നമ്മൾ കാത്തിരുന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലൊക്കെ ഒത്തിരി അപ്പുറമായിരിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. സക്കേവൂസ് ഒരിക്കലും മരത്തിൻ്റെ മുകളിൽ കയറി കാത്തിരിക്കുമ്പോൾ അവൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ക്രിസ്തു ആ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് നിൽക്കുമെന്നും ഇറങ്ങി വരാൻ പറയുമെന്നും അവൻ്റെ വീട്ടിൽ അന്ന് അവനോടൊപ്പം അത്താഴത്തിന് ഇരിക്കുമെന്നൊന്നും അവൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അവൻ കാത്തിരുന്നു ആ മരത്തിൻ്റെ മുകളിൽ. അതാണ് അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നത്. നമുക്കറിയാം, ജീവിതത്തിൽ ഇതുപോലെ കാത്തിരുന്ന അനേകരുടെ ജീവിതമുണ്ട്. ഒരിക്കലും ബെസൈദ കുടക്കളവിൽ കിടന്ന മനുഷ്യൻ 38 വർഷവും കടന്നപ്പോൾ അവൻ കാത്തിരുന്നു, ഒരു ദിനം എൻ്റെയും ജീവിതം അനുഗ്രഹിക്കപ്പെടും. രക്തസ്രാവക്കാരി സ്ത്രീ, അവളെ വഴിയരികിൽ കാത്തിരുന്നു. ആ കാത്തിരിപ്പിന് അവൾക്ക് ക്രിസ്തുവിലൂടെ അനുഗ്രഹം ലഭിക്കുക. ആ കാത്തിരിപ്പ് ഒരിക്കലും വെറുതെയായി തീർന്നില്ല, വെറുതെയായി പോയുമില്ല. അവളുടെ കാത്തിരിപ്പ് അവളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി, അവളുടെ ജീവിതം എന്നേക്കുമായി തിരിച്ചു കിട്ടുന്നതിലേക്ക് അവളെ അനുഗ്രഹിച്ചു. തെരുവീതിയിൽ ഇരുന്നു കൊണ്ട് വിളിക്കുമ്പോൾ വ്യർത്ഥമായി ഒരിക്കലും വിചാരിച്ചിട്ടില്ല ക്രിസ്തു അവിടെ നിന്ന് അവനെ അനുഗ്രഹിക്കുമെന്ന്. അതേ സ്നേഹമുള്ളവരെ, അബ്രഹാം കാത്തിരുന്നു, ഇസഹാക്ക് കാത്തിരുന്നു, അങ്ങനെ അനേകർ കാത്തിരുന്ന് അനുഗ്രഹം പ്രാപിച്ചതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കാത്തിരിക്കാം. അവനിൽ നിന്ന് അനുഗ്രഹം കടന്നു വരാതിരിക്കില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.